ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ്, അനശ്വര രാജൻ, ബേസിൽ ജോസഫ് അങ്ങനെ ഒരുപാട് താരനിരകൾ അണിഞ്ഞി ഒരുമിച്ച് വരുന്ന പുതിയ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ അതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇന്നലെയാണ് ട്രെയിലർ ഇറങ്ങിയത്, പക്ഷെ ഇന്നലെ ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ട്രെയിലർ റിയാക്ട് എന്ന് വിചാരിച്ചു. അപ്പൊ കൂടുതലൊന്നും പറഞ്ഞില്ല, നേരെ വീട്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. സുപ്രിയ മേനോൻ പ്രസൻസ്. ബേസിലിന്റെ ഒരു കിടിലൻ പെർഫോമൻസിനെ എനിക്ക് സിനിമയിൽ ഉണ്ടാവും കേട്ടോ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, ഈ ഫോർ എന്റർടൈൻമെന്റ്. വിമൽ, കുറെ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് ഫുൾ ടീം ഇതുണ്ട് കേട്ടോ. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. ജോമൻ ചേട്ടൻ, ടീം മൊത്തമുണ്ട്. അഖിൽ, സോറി അശ്വിൻ. വൈബ് പടമായിരുന്നു കേട്ടോ, ഒരു സംശയമില്ല. ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നു. കമ്മീഷണർ മാഷ്, യോഗി ബാബു. എന്ത് വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും. നിന്നെ എനിക്ക് വേണം. ഗുരുവായൂർ അമ്പലനടയിൽ, ഡയറക്ടഡ് ബൈ ബിപിൻ ദാസ്. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. 16th മെയ്. അത് വിളിച്ചല്ലേ, എന്റെ പെങ്ങളുടെ കല്യാണമാണ്, നിങ്ങൾ എല്ലാവരും വരണം. ഇപ്പോ എനിക്ക് തോന്നുന്നു റീസെന്റ് ഇറങ്ങുന്ന സിനിമയിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രേമലിലൊക്കെ നമ്മൾ കണ്ടാണ്. ഇപ്പൊ ഇതിലും ഒരു ഡയലോഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ജയ 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 ഹേക്ക് ശേഷം ബിപിൻ ദാസ് ഡയറക്ട് ചെയ്യുന്ന പടം ഒരു വലിയ താരനിര തന്നെയുണ്ട് അല്ലേ. എനിക്കൊന്ന് കഴിഞ്ഞ കുറെ പടങ്ങളിൽ വന്നിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് തങ്ങളുടേതായ കഴിവുകൊണ്ട്, തങ്ങളുടേതായ അഭിനയ മികവുകൊണ്ട് ആൾക്കാരുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. യോഗി ബാബു ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. സോ നല്ല പ്രതീക്ഷയുണ്ട്. ട്രെയിലർ കണ്ടിടത്തോളം നല്ലൊരു വൈബ്, വളരെ എൻഗേജിങ് പടം തന്നെയായിരിക്കും. ത്രൂ ഔട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ ഇടണം. ജയ ജയ ഹേ നമുക്കറിയാം, നല്ലൊരു എന്താ പറയാ എൻഗേജിങ് ആയിട്ടുള്ള പടമായിരുന്നു. ഇതും അതുപോലെ തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബേസിലിന്റെയും പൃഥ്വിരാജിന്റെ ഒക്കെ അഴിഞ്ഞാടം തന്നെയായിരിക്കും സിനിമ. എന്തായാലും 16 മെയ് അല്ലേ, ഡേറ്റ് മാറിയോ? യെസ്, 16 മെയ്ക്കാണ് സിനിമ ഇറങ്ങുന്നത്. സോ ഐ ആം സോ എക്സൈറ്റഡ്. എനിക്കറിയാം നിങ്ങൾ വളരെ വെയിറ്റിംഗ് ആയിരിക്കും. കാരണം ഈ സിനിമേന്റെ ടീസറൊക്കെ ഓൾറെഡി ഇറങ്ങിയതാണ്. ഈ സിനിമേന്റെ ന്യൂസും കാര്യങ്ങളും പോസ്റ്റേഴ്സൊക്കെ നമ്മൾ കണ്ടാണ്. വലിയൊരു ടീം നിൽക്കുന്ന, താരം നിൽക്കുന്നതിന്റെ പോസ്റ്റേഴ്സൊക്കെ. അപ്പൊ എന്തായാലും വളരെ എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുകയാണ്. 16-ാം തീയതി പോയിട്ട് സിനിമ കണ്ടിട്ട് ഇതിന്റെ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ അതുവരേക്കും കൂടെ നിൽക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും